എന്താ ചേച്ചി? ഒന്നുമില്ല. സാന്ദ്ര. What do you want? സാന്ദ്ര വാളൂക്കാരൻ. സാന്ദ്ര ഇപ്പൊ ഇങ്ങോട്ട് വന്ന. ഇരിക്കു സർ. ഇതെന്റെ ഫാദർ ഐപ്പ് ഫെർണാണ്ടസ്. ഇതെന്റെ പുതിയ ബോസ് സണ്ണി പാലോമറ്റം. ഹലോ. നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ പറ്റി മോള് പറഞ്ഞായിരുന്നു. ഞാൻ നിങ്ങളുടെ ഫീൽഡിലായിരുന്നു. എല്ലാം പോയി. പപ്പ, ഇതെന്റെ അനിയത്തി സുകന്യ ഐപ്പ്. 31 സകലകലാ വല്ലഭയാ. പെയിന്റിംഗ്, മ്യൂസിക്, കവിത, അങ്ങനെ. ചേച്ചി വെറുതെ എനിക്കൊരു കോംപ്ലിമെന്റ് തരുവാ. ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി വരുന്നില്ല. വരൂ സർ, മമ്മായി കാണാം. സർ, മമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പുതിയ ബോസിന്റെ കാര്യം? ഇദ്ദേഹം. ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ ഇവിടെ ഒന്ന് കയറാന്ന് വെച്ചു. മലയാളികൾ വീട്ടിൽ വരുന്നത് മമ്മയ്ക്ക് വലിയ ഇഷ്ടാ. മരിക്കും മുമ്പ് നാട്ടിൽ പോണെന്നുള്ളതാ മമ്മയുടെ മോഹം. ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നരാ. വാ. സത്യം പറയടേ, നീ ആരാ? ആർക്ക് വേണ്ടിയാ നീ നാടകം കളിച്ചേ? ഞാൻ അലീന ഐപ്പ്, സിംഗപ്പൂർ നഗരത്തിലെ കോൾ ഗേളുകളിൽ ഒരുവൾ. ബിസിനസ് മാഗ്നറ്റുകളുടെ കിടക്ക പങ്കിട്ട് കോടികളുടെ രഹസ്യം എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന സ്പൈകൾ. ഒറ്റ കൊടുക്കുന്നവരോട് അടുക്കാറില്ല. മനസ്സുകൊണ്ട് ഇവിടെ എന്നോ എപ്പോഴോ അടുത്തുപോയി. അപ്പന്റെ ശവം തെമ്മാടിപ്പറമ്പിലടക്കിയ കഥ പറഞ്ഞ ദിവസം, എല്ലാം മറക്കാനെന്ന പോലെ നിങ്ങൾ എന്നെ അനുഭവിച്ച ദിവസം, ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു. നിങ്ങളെ എനിക്ക് ചതിക്കാനാവില്ലെന്ന്. എന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? മുഹമ്മദ് അലിയും അയാളുടെ ബോസ് ചൈനക്കാരനും ചേർന്ന് എനിക്ക് $50,000 ഓഫർ ചെയ്തു. സീസൈറ്റിലെ 5 സ്റ്റാർ ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി 25,000 ഞാൻ അഡ്വാൻസ് ആയി വാങ്ങി. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങളെ എനിക്ക് ഒറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ കൊടുക്കാൻ വന്ന നീ എന്തിനെ വെറുതെ മോഹിപ്പിച്ചു? വെളുപ്പാങ്കാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ആർത്തി പിടിച്ച വേശ്യായിരുന്നു. നിനക്കെന്നെ ചതിക്കാമായിരുന്നില്ലേ? നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ്. അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീട് തോറും കയറിയിറങ്ങി ആളുകളെ ക്ഷണിക്കുകയാണ്. അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും? സോറി. നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ഞാനും വ്യാമോഹത്തിന്റെ ഒരു സുന്ദര സ്വപ്നം കണ്ടുപോയി. പൂത്തലപ്പാവും കല്യാണ ബൊക്കയും പിടിച്ച് പാലമറ്റത്തെ പടി കയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം. വെറുതെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾഗേളിന്റെ പകൽ സ്വപ്നം. നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം. സക്സസ് ആകാതെ പോയൊരു അറ്റംപ്റ്റ്. നിന്റെ കുമ്പസാരോ ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്റെ കുടുംബജീവിതം തകർത്തില്ലേ? ഇനി നിനക്ക് എന്ത് വേണം? കടന്നുപോ എന്റെ മുമ്പിൽ നിന്ന്. കടന്നുപോവാൻ. എവിടെയാണ് ടെൻഡർ എമൗണ്ട്? അവന്റെ കൂടെ കിടന്ന് സൂഹിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത്. എത്രയാണ് ടെൻഡർ എമൗണ്ട്?
പറയാൻ നീ പറയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചോ. Oh!